ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിനെ ഒരു കോമാളിയായിട്ടോ രാഷ്ട്രീയം അറിയില്ലാത്തവനോ ആയിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല കോമാളി പ്രസ്താവനകളും കാണുമ്പോൾ എനിക്ക് അഴകിയ രാവണനിലെ കുട്ടിശങ്കരനെ അല്ലെങ്കിൽ മമ്മൂക്കായെ ഓർമ്മ വരുന്നത്. പുറമേ കോമാളിയും തോന്നിക്കുമെങ്കിലും ആള് മഹാകുറുക്കൻ തന്നെയാണ്, ഒരു സംശയവും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൾഡ് വാർ അഥവാ ശീതസമരത്തിന്റെ കാലത്ത് റഷ്യയുമായിട്ടൊരു ശത്രുത ആവശ്യമില്ല എന്നും സൗഹൃദമാണ് ആവശ്യമെന്നും പരസ്യമായി പ്രസ്താവിച്ച ആളാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ്. അത് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്തുവാനായി അക്കാലത്ത് $1,00,000 ഒരു പരസ്യം ഒരു ദിവസം എല്ലാ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ തന്നെ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. $1,00,000 അന്ന്. അങ്ങനെ അമേരിക്കയുമായി ചങ്ങാത്തം കൂടാൻ പോയതിൻ്റെ ഫലമായിട്ടാണ് വൻശക്തിയായിരുന്ന USSR ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ശ്രീ മിഖായേൽ ഗോർബച്ചോവിൻ്റെ കാലത്തുണ്ടായ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കയും ഒക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ സംഭാവന തന്നെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അമേരിക്കൻ ജനത പൊതുവെ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. എല്ലാവരും ഉപരി അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന സിദ്ധാന്തമാണ് അദ്ദേഹത്തെ രണ്ടാം വട്ടവും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം അമേരിക്ക ഒരുപാട് പണം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ വെറുതെ ഒഴുക്കിക്കളഞ്ഞു, ഒരു ഫലവുമില്ലാതെ. ഇങ്ങനെയല്ല വേണ്ടത്. അമേരിക്കൻ വിദേശ നയത്തിന്റെ കാതലായ സത്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ നേട്ടമായിരിക്കണം. അതാണ് ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് 25% നികുതി ചുമത്തിയിരിക്കുന്നത്. അത് വ്യാപാര കരാർ ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന് കരുതുന്നവരുമുണ്ട്. അതെന്തോ ആവട്ടെ, അതിന്റെ തിക്തഫലം ഇന്ത്യ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, മറ്റു പല രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ലഭിക്കും. ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽസ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ് ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ലഭിക്കും. ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾ മോശമൊന്നുമല്ല, നല്ല നിലവാരം പുലർത്തുന്നത് തന്നെയാണ്. അത് ഇന്ത്യയുടെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും. അല്ലെങ്കിൽ മത്സ്യമേഖലയെ നോക്ക്. ഇന്ത്യയിലെ 40% മത്സ്യ കയറ്റുമതിയും അമേരിക്കയിലേക്കാണ്. കയറ്റുമതി തുടരും, പക്ഷേ ഇതേ ഉൽപ്പന്നം ഇതിനും വില കുറഞ്ഞ് മറ്റു പല രാജ്യങ്ങളിൽ ലഭിക്കും. അപ്പോൾ ആത്യന്തികമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കേണ്ട സമയമാണിപ്പോ. എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ബാക്ക്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വില കൂടണം, നികുതി കൂടണം. അതേ ഇതിനുള്ള പരിഹാരമുള്ളൂ. അതല്ലാതെ സോപ്പിടിയിലും നടക്കുകയില്ല. അങ്ങനെ സോപ്പിടിയിലും വഴങ്ങുന്ന ആളുമല്ല ട്രംപ്. അതേ നാണയത്തെ തിരിച്ചടിക്കുക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഞങ്ങളും വില കൂട്ടും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ മാർക്കറ്റും ഇന്ത്യ തന്നെയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവർക്ക് വിപണി ആവശ്യമാണ്. അത് ഇന്ത്യയെക്കാൾ നല്ല സ്ഥലം വേറെയില്ല, അത് അവർക്കറിയാം. അതുകൊണ്ട് അതേ നാണയത്തിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് മറ്റൊരു പോംവഴിയുമില്ല. സൂക്ഷിക്കുക, ട്രംപ് അപകടകാരി തന്നെ.